ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന പ്രശസ്തമായ ഒരു മലയോര ക്ഷേത്രമാണ് മരുതമലൈ മുരുകൻ ക്ഷേത്രം. സംഘകാലഘട്ടത്തിൽ തമിഴ് രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ മുരുകക്ഷേത്രം എന്നാണ് പുറനാനൂറിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മുരുകന്റെ 6 വാസസ്ഥലങ്ങളായി കരുതപ്പെടുന്ന 6 പടൈ വീടുകൾക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാന മുരുകക്ഷേത്രമാണ് ഇത്. അതിനാൽ ഇത് മുരുകന്റെ 7ാമത്തെ ഭവനമായി ഇത് കണക്കാക്കപ്പെടുന്നു. മിക്ക മുരുകൻ ക്ഷേത്രങ്ങളെയും പോലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. കോയമ്പത്തൂർ നഗരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് 12 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം. തൈപ്പൂയം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നു. മറ്റ് മുരുകൻ ക്ഷേത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മുരുകൻ ക്ഷേത്രം സവിശേഷമാണ്. പശ്ചിമഘട്ടത്തിൽ പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മരുതമല. 12ാം നൂറ്റാണ്ടിലേതെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രം 3 വശവും മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കോയമ്പത്തൂരിനും മരുതമലയുടെ അടിവാരത്തിനുമിടയിൽ നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നു. അവിടെ നിന്ന് ഭക്തർ ക്ഷേത്രത്തിലെത്താൻ മിനി ബസ്സുകളിൽ കയറുന്നു. മലമുകളിലുള്ള ക്ഷേത്രത്തിലെത്തിച്ചേരാൻ അടിവാരത്തു നിന്നും 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സ്റ്റെപ്പ് മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും. രണ്ടാമത്തെ മാർഗം റോഡ് മാർഗമാണ്. റോഡ് മാർഗം ക്ഷേത്രത്തിന്റെ താഴം വരെ എത്തിച്ചേരാനുള്ള റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. 12ാം നൂറ്റാണ്ടിലെ ശിലാലിഖിതങ്ങളിൽ മരുതൻ, മരുതാചലം തുടങ്ങിയ പദങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അക്കാലത്തും ആ പേരുകൾ പ്രചാരത്തിലുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. ഔഷധഗുണമുള്ള ഔഷധസസ്യങ്ങളാൽ സമൃദ്ധമാണ് മരുതമല. മല കയറിയെത്തുന്ന ഭക്തർക്ക് വിശ്രമിക്കാൻ ചെറിയ മണ്ഡപങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ തുടങ്ങുന്നിടത്ത് അടിവാരത്താണ് താൻതോണ്ടി വിനായകർ ക്ഷേത്രം. വിനായകർ ക്ഷേത്രത്തിന് മുകളിലുള്ള 18ാം പടി മറ്റൊരു പ്രധാന സ്ഥലമാണ്. കാരണം ശബരിമലയിലെത്താൻ കഴിയാത്തവർ ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നത് ഒരുപോലെ സന്തോഷകരമാണ്. വഴിയിൽ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു ദേവൻ ഇടുമ്പൻ ക്ഷേത്രത്തിലെ ഒരു വലിയ വൃത്താകൃതിയിലുള്ള പാറയിൽ കാണപ്പെടുന്ന ഇടുമ്പനാണ്. മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ നിറത്തിൽ വേറിട്ട് നിൽക്കുന്ന 3 കൂറ്റൻ കല്ലുകൾ, കുതിരൈ കുളമ്പ് മണ്ഡപം എന്നിവയാണ് റൂട്ടിലെ മറ്റ് ശ്രദ്ധേയമായ സ്ഥലങ്ങൾ. പാമ്പാട്ടി സിദ്ധർ ഗുഹ, ഉച്ചി പിള്ളയാർ ക്ഷേത്രം, പഞ്ചവൃക്ഷം എന്നിവ മരുതമലയുടെ ഇഴയെടുപ്പത്തെക്കുറിച്ച് വളരെയേറെ അറിയിക്കുന്നു. ആദ്യ മൂലസ്ഥാനം ഒരു ലിംഗത്തിന്റെ ആകൃതിയിലാണ്. അവിടെ മുരുകൻ വള്ളിയോടും ദൈവാനയോടും കൂടി കാണപ്പെടുന്നു. മൂലസ്ഥാനത്തിലെ മനോഹരമായ മുരുകൻ ഒരു ഭക്തന്റെയും ആസ്വാദകന്റെയും ആനന്ദമാണ്. ക്ഷേത്രത്തിന്റെ ശരിയായ അറ്റകുറ്റപ്പണികൾ ഭക്തർക്ക് എളുപ്പത്തിൽ മല കയറാനുള്ള മലയോര പാത നിർമ്മിച്ചു. വിശ്രമകേന്ദ്രങ്ങൾ നിർമ്മിച്ചു. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ വിളക്കുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ മുൻകാല ചലച്ചിത്രകാരൻ എം.എ. ചിന്നപ്പ തേവർ വലിയ സംഭാവന നൽകി. മതപരമായ പ്രവർത്തനങ്ങൾക്ക് പുറമെ സമൂഹത്തെ സേവിക്കുക എന്നത് ക്ഷേത്രത്തിന്റെ അജണ്ടയുടെ ഒരു ഭാഗമാണ്. ക്ഷേത്രം അഗതികൾക്കുള്ള ഒരു ഭവനം കൈകാര്യം ചെയ്യുന്നു. കുട്ടികൾക്ക് ക്ഷേത്രത്തിന്റെ പ്രയോജനം ലഭിക്കുന്നു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ കൂടാതെ ഹൈസ്കൂൾ തലം വരെയുള്ള അവരുടെ വിദ്യാഭ്യാസവും ക്ഷേത്രം ഏറ്റെടുക്കുന്നു. മലയടിവാരത്ത് ഒരു സിദ്ധാശുപത്രി പാവപ്പെട്ടവരെ ചികിത്സിക്കുകയും ഒരാൾക്ക് പ്രതിമാസം 5000 രൂപ വരെ വിലയുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നു. വടവള്ളിയിൽ ക്ഷേത്രഭരണം ഒരു സ്കൂളും നടത്തുന്നു. അത് ആദ്യം ഓലമേഞ്ഞ മേൽക്കൂരയിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴിത് സ്ഥിരം സംവിധാനത്തിലേക്ക് മാറി ഹൈസ്കൂളായി വളർന്നു. കോയമ്പത്തൂരിൽ നിന്ന് 15 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് പശ്ചിമഘട്ടത്തിലെ ഒരു പീഠഭൂമിയിൽ 500 അടി ഉയരത്തിലാണ് ആരൂഢമല ഹിൽസ് അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. കോയമ്പത്തൂർ നഗരം തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയുമായി റോഡ്, റെയിൽ, വ്യോമമാർഗങ്ങളിലൂടെ നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിരവധി CET ബസ്സുകൾ മരുതമലയിലേക്ക് സർവീസ് നടത്തുന്നു. മലയടിവാരത്ത് നിന്ന് ക്ഷേത്രത്തിലെത്താൻ ദേവസ്ഥാനം 3 ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്തർക്ക് ദേവനെ ആരാധിക്കുന്നതിനായി നിരവധി സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രം ദേവസ്ഥാനം മലമുകളിലേക്ക് ഒരു നല്ല റോഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പടികൾ കയറാൻ കഴിയാത്ത ശാരീരിക വൈകല്യമുള്ളവർക്ക് റോഡ് മാർഗമുള്ള യാത്ര ഒരു വലിയ അനുഗ്രഹമാണ്. ദേവസ്ഥാനം നടത്തുന്ന 3 മിനി ബസ്സുകൾ ഭക്തരുടെ പ്രയോജനത്തിനായി വളരെ നാമമാത്രമായ നിരക്കിൽ അതിവേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഗട്ട് റോഡും വൈദ്യുതീകരിച്ചിട്ടുണ്ട്. മരുതമല മുരുകൻ ക്ഷേത്രം മലമുകളിൽ വിവാഹം ആഘോഷിക്കാൻ ഒരു കല്യാണ മണ്ഡപവും മലയടിവാരത്ത് മരുതം എന്ന ഒരു വിശ്രമ കേന്ദ്രവുമുണ്ട്. അതിൽ താമസത്തിനും ആരാധനയ്ക്കും മികച്ച സൗകര്യങ്ങളുള്ള 12 മുറികളുമുണ്ട്. മുരുകനു സമർപ്പിച്ചിരിക്കുന്ന മരുതമല കുന്നുകൾ ദൈവത്തിന്റെ 6 പ്രധാന വാസസ്ഥലങ്ങളിൽ ഒന്നായ കുന്നുതോറടലിന്റെ കീഴിൽ വർഗീകരിച്ചിരിക്കുന്നു. 7ാമത്തെ മുരുകന്റെ വാസസ്ഥലമായി ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. വിവിധ നിറങ്ങളിലുള്ള ചെടികൾ നിറഞ്ഞ മങ്ങിയ നീല കുന്നുകളുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ശ്രീകോവിൽ തന്റെ വാഹനമായ മയിലിന്മേൽ ഗംഭീരമായി കയറി അതിന്റെ തൂവലുകൾ നിറഞ്ഞു നിൽക്കുന്ന മുരുകന്റെ ചിത്രം ശരിക്കും പ്രതിഫലിപ്പിക്കുന്നു. ആചലം എന്ന സംസ്കൃത വാക്ക് പർവ്വതത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെയുള്ള പർവ്വതം മരുത മരങ്ങളാൽ സമൃദ്ധമായതിനാൽ അത് മരുതാചലം എന്നറിയപ്പെട്ടു. ഔഷധഗുണമുള്ള ചെടികൾ നിറഞ്ഞതിനാൽ മരുതമലയെ മറുന്തുമല എന്നും വിളിക്കുന്നു. അതിനാൽ മരുതമലയ്ക്ക് ഉചിതമായി മരുതമല, മരുന്നുകളുടെ പർവ്വതം എന്ന പേര് ലഭിച്ചു. ഇതിനെ പേരൂർ പുരാണത്തിൽ പറയുന്നത് മരുതമാൾവരൈ, മരുതവരൈ, മറുതവെർപ്പു, മറുത കുന്ദ്രു, മരുതവങ്ങൾ, കമർപ്പിറങ്ങ്, മരുതാചലം, വേൽവരൈ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു.
ഔഷധസസ്യങ്ങളാൽ സമൃദ്ധമായ മലനിരയായതിനാൽ മരുതമലയിലെ പുണ്യക്ഷേത്രം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളെ അകറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സുഖകരമായ കാറ്റും ശാന്തമായ ചുറ്റുപാടുകൾ ഭക്തരുടെ മനസ്സിന് ശാന്തത നൽകുന്നു. സന്യാസിമാരും വിശുദ്ധരും ഈ കുന്നിനെ ഇഷ്ടപ്പെടുകയും ദിവ്യ ഔഷധമായ കായകൽപ്പം തേടി ഇവിടെയെത്തുകയും ചെയ്തിട്ടുണ്ട്. കാച്ചിയപ്പ മുനിവർ രചിച്ച പേരൂർ പുരാണം പ്രകാരം കാമധേനു എന്ന സ്വർഗീയ പശു ഈ കുന്നിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ മേയുകയും മരുതം മരത്തിന്റെ ചുവട്ടിലെ നീരുറവകളിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഗണപതി നമ്മെ സ്വാഗതം ചെയ്യുന്നു. വിഘ്നങ്ങളെ അകറ്റുന്ന വിഘ്നേശ്വര പ്രതിഷ്ഠ സ്വതസിദ്ധമായ ഉത്ഭവമാണ്. അതായത് സ്വയംഭൂ എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പേരൂർ പുരാണത്തിലെ മരുതമല താന്തോന്നി പതികം എന്ന ഗ്രന്ഥത്തിൽ താന്തോന്റി വിനായകർ സ്വയം ജനിച്ചത് എന്ന് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു. തമിഴ് പണ്ഡിതന്മാർ ഭഗവാനിൽ അതീവ ഭക്തരാണ്. അയ്യപ്പനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 18 പടികളുള്ള 18ാം പടി ശബരിമലയിലേക്കുള്ള കഠിനമായ യാത്ര ചെയ്യാൻ കഴിയാത്തവർ ഇവിടെ ആരാധനകൾ അർപ്പിക്കുകയും അവരുടെ നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുന്നു. മലയടിവാരത്തിൽ നിന്ന് മുകളിലേക്കുള്ള പടികൾ കയറുന്നത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതല്ല, പകരം വൃത്തിയായി കൊത്തിയെടുത്ത പടികൾ കയറുമ്പോൾ കയറ്റം ബുദ്ധിമുട്ട് കുറഞ്ഞതും ആനന്ദദായകവുമാണ്. സസ്യജാലങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് ചുറ്റും നോക്കുകയും കുന്നുകളിലെ ഔഷധസസ്യങ്ങളിലൂടെ ഒഴുകുന്ന ഉന്മേഷദായകമായ തണുത്ത കാറ്റ് ശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഒരു റീഫ്രഷിംഗ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു. മറ്റൊരു ഐതിഹ്യപ്രകാരം കുന്നിൻ മുകളിൽ നിന്ന് വടക്കോട്ട് നോക്കുമ്പോൾ ദൂരെയുള്ള കുന്നുകളിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള 3 കല്ലുകൾ നമുക്ക് കാണാം. അവ ക്ഷേത്രത്തിലെ നിധികൾ അപഹരിച്ചതിന് മുരുകനാൽ ശപിക്കപ്പെട്ട 3 കള്ളന്മാരുടെ ശിലാരൂപമാണ്. ശിലാരൂപങ്ങൾക്ക് തൊട്ടുതാഴെയായി ഒരു പരന്ന കല്ലുണ്ട്. അത് കള്ളന്മാർ മോഷ്ടിച്ച ആഭരണപ്പെട്ടിയാണെന്ന് പറയപ്പെടുന്നു. മുരുകൻ കുതിരപ്പടയാളിയുടെ വേഷത്തിൽ വന്ന് അവരെ ഓടിച്ച് ശിക്ഷിച്ചതായി പറയപ്പെടുന്നു. പടിക്കെട്ടുകളുടെ നടുവിലാണ് ഇടുമ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ ഉരുണ്ട പാറയിൽ കാവടി വഹിക്കുന്ന ഭാവത്തിൽ ദേവന്റെ രൂപം കൊത്തിയെടുത്തിരിക്കുന്നു. സന്തതികളില്ലാത്ത ഭക്തർക്ക് സന്തതികളാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ തൊട്ടിലുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. കുതിരൈക്കുളമ്പ്, അതായത് കുതിരയുടെ കുളമ്പ് അടയാളങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മനോഹരമായ ഒരു മണ്ഡപം ഇവിടെയുണ്ട്. മുരുകന്റെ വാഹനം മയിലാണെങ്കിലും ചില ഗ്രാമങ്ങളിൽ ക്ഷേത്രങ്ങൾ ഉത്സവസമയത്ത് കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. ഇതിന്റെ കാരണം നേരത്തെ പറഞ്ഞ കഥയാണ്. കള്ളന്മാർ ക്ഷേത്രം കൊള്ളയടിച്ച് രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് മുരുകൻ കുതിരപ്പുറത്ത് കയറി അവരെ പിടികൂടി വസ്തുക്കൾ വീണ്ടെടുത്ത് ക്ഷേത്രത്തിലേക്ക് തിരികെ ചേർത്തു. മുരുകൻ കുതിരപ്പുറത്ത് കുതിച്ചപ്പോൾ കുതിര ചവിട്ടിയ സ്ഥലത്ത് കിടങ്ങ് രൂപപ്പെട്ടു. കുന്നുകളിലെ പാറക്കെട്ടിലാണ് ഈ പാതയുള്ളത്. ഈ കല്ലിനെ കുതിരക്കുളമ്പ് കല്ല് എന്ന് വിളിക്കുന്നു. സാധാരണയായി പുരാതന ശിവക്ഷേത്രങ്ങളിൽ ശിവൻ സ്വയം അസ്തിത്വമാണ്. പക്ഷേ ഇവിടെ ഈ ക്ഷേത്രത്തിലെ മുരുകൻ തന്റെ ഭാര്യമാരായ വള്ളി, ദൈവാനി എന്നിവരോടൊപ്പം സ്വയം അസ്തിത്വമുള്ളവനാണ്. മുരുകന്റെ പ്രതിഷ്ഠയുടെ പുറകു വശം പിളർന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ വള്ളി ദേവിക്ക് ഉയരം കൂടുതലാണ്, ദേവൻ ചെറുതാണ്. ആദ്യ മൂലസ്ഥാനം എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത്. ഈ സ്വയംഭൂവായ മുരുകന്റെ ആദ്യ പൂജയ്ക്ക് ശേഷം പ്രധാന മുരുകനായ പാമ്പാട്ടി സിദ്ധർ കൊത്തിയെടുത്ത പ്രതിഷ്ഠയ്ക്കു പൂജ നടക്കുന്നു. പ്രാഥമിക ദേവാലയം അധിപനായ പ്രതിഷ്ഠ പിന്നീടുള്ള പ്രതിഷ്ഠയാണെന്ന് പറയപ്പെടുന്നു. യഥാർത്ഥ പ്രതിഷ്ഠ സുബ്രഹ്മണ്യ ഭഗവാൻ അദ്ദേഹത്തിന്റെ 2 ഭാര്യമാരായ വള്ളിയും ദൈവാനിയും ചേർന്ന് പുറത്തെ പ്രകാരത്തിൽ തെക്ക് ഭാഗത്തായി പ്രതിഷ്ഠിച്ചു. പേരൂർ പുരാണത്തിൽ പ്രതിപാദിക്കുന്ന ദേവതകളാണിവർ. ഇവിടെ വച്ചാണ് ശൂരപത്മനാൽ ഉപദ്രവിക്കപ്പെട്ട ദേവന്മാർ സുബ്രഹ്മണ്യനെ സമീപിച്ച് അസുരനെ നശിപ്പിക്കാൻ അപേക്ഷിച്ച സ്ഥലമാണ് എന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ ദേവതകളെല്ലാം സ്വതസിദ്ധമായ ഉത്ഭവം, സ്വയംഭൂ ആണ്. പ്രധാന ദേവാലയം ശ്രീകോവിൽ വലിയ ഒന്നല്ല. ശ്രീകോവിലും അർദ്ധമണ്ഡപവും താരതമ്യേന ചെറുതാണ്. മുൻവശത്തെ മണ്ഡപത്തിന് സാമാന്യം വലിയ ഭക്തരെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വീതിയുണ്ട്. പുറത്തെ പ്രാകാരത്തിൽ ഇടതുവശത്ത് ശിവലിംഗവും വലതുവശത്ത് അംബികൈദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തങ്ങളുടെ മാനസിക കഴിവുകൾ പരമാവധി പ്രയോഗിക്കുകയും ധ്യാനത്തിലൂടെയും പ്രതിഫലനത്തിലൂടെയും ഈശ്വരത്വം നേടുകയും ചെയ്യുന്ന മിസ്റ്റിക് തത്വചിന്തകരാണ് സിദ്ധന്മാർ. അവർക്ക് മനസ്സിന്റെ അവിശ്വസനീയമായ ശക്തികളുണ്ട്. അതിലൂടെ അവർ വലിയ അത്ഭുതങ്ങൾ ചെയ്യുകയും പൊതുലോകത്തെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നു. സിദ്ധന്മാർക്ക് അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും വിശ്രമിക്കാനും അവരുടെ ആത്മാവിനെ മാത്രം ഉണർത്താനും കഴിയും. അങ്ങനെ അവർ ശാരീരികമായി ഉറങ്ങുകയും ആത്മീയമായി ഉണർന്നിരിക്കുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ മാനസികാവസ്ഥയിൽ അവർ ദൈവവുമായുള്ള ഒരു വ്യക്തിപരമായ കൂട്ടായ്മയിൽ പ്രവേശിക്കുന്നു. ചത്ത പാമ്പുകളെ ജീവൻ നൽകി അവരോടൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്തതിനാൽ അദ്ദേഹം പാമ്പാട്ടി സിദ്ധർ എന്നറിയപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹം ഒരു രാജാവിന്റെ മൃതശരീരത്തിലേക്ക് മാറുകയും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം ജ്ഞാനഗാനങ്ങൾ രചിച്ചു. സിദ്ധാരുതം അദ്ദേഹത്തിന്റെ പ്രവചന പ്രതിഭയാൽ വിശേഷിപ്പിക്കപ്പെട്ട കൃതിയാണ്. തന്റെ ആത്മീയ തമാശകളാൽ സിദ്ധനെ കളിയാക്കുന്നതിലും പ്രലോഭിപ്പിക്കുന്നതിലും മുരുകൻ സന്തോഷിച്ചു. ഒരിക്കൽ ഒരു വലിയ പാറ താഴേക്ക് വന്നപ്പോൾ ആക്കം കൂട്ടിക്കൊണ്ട് സിദ്ധൻ അതിനെ തടയാൻ ശ്രമിച്ചു. അതിന്റെ ചലനത്തെ തടഞ്ഞു നിർത്തി വലിയ നാശമൊഴിവാക്കി. പാമ്പാട്ടി സിദ്ധർ ഗുഹ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു ദേവാലയമാണ്. കിഴക്കോട്ട് ചരിവുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു ഇടുങ്ങിയ പാതയിലൂടെ സമീപിക്കാം. ഒരു കല്ല് വേലി അല്ലെങ്കിൽ പാരപെറ്റ് ഉപയോഗിച്ച് സംരക്ഷിക്കപ്പെടുന്നു. പാമ്പാട്ടി സിദ്ധർ മുരുകനെ ധ്യാനിക്കുന്നതിനും മോക്ഷം നേടുന്നതിനും ഈ ഗുഹയെ വാസസ്ഥലമാക്കി.
പാറയിൽ ഒരു പാമ്പിന്റെ സ്വാഭാവിക ചിത്രം കാണാൻ കഴിയും. അത്തരം ഗുണങ്ങളുള്ള 18 സിദ്ധന്മാരിൽ ഒരാളായ പാമ്പാട്ടി സിദ്ധർ കൊങ്കു പ്രദേശത്ത് വളരെയധികം ബഹുമാനിക്കപ്പെട്ടിരുന്നു. പാമ്പുകളുടെ കൂട്ടത്തിൽ ജീവിക്കുകയും അവയെ തന്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുകയും ചെയ്തതിന്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട്. അവരോടൊപ്പം നൃത്തം ചെയ്യുന്നതിൽ സിദ്ധർ സന്തോഷിച്ചു. ഒരിക്കൽ തന്റെ അലഞ്ഞുതിരിയുന്നതിനിടയിൽ സട്ടൈ മുനി സിദ്ധറിനെ കണ്ടുമുട്ടാൻ അവസരം ലഭിച്ചു. അദ്ദേഹം മയക്കത്തിലേക്ക് പ്രവേശിക്കുന്ന കലയിലേക്ക് അവനെ നയിച്ചു എന്നുവച്ചാൽ ജീവസമാധി നില എന്ന് പറയും. ഒരു പാമ്പ് ദിവസവും ഗുഹയിൽ വന്ന് അതിനായി സൂക്ഷിച്ചിരിക്കുന്ന പഴങ്ങളും പാലും സ്വയം ഭക്ഷിക്കുന്നു. ഗുഹയിൽ നിന്ന് ആദിമക്ഷേത്രത്തിലേക്ക് ഒരു ഭൂഗർഭ പാതയുണ്ട്. അതിലൂടെ പാമ്പാട്ടി സിദ്ധർ സുബ്രഹ്മണ്യനെ ആരാധിക്കാൻ ദിവസവും പോകും എന്നും പറയപ്പെടുന്നു. മുരുകന്റെ അനുഗ്രഹം ലഭിച്ച പാമ്പാട്ടി സിദ്ധർ മരുതമലയിൽ മുരുകന്റെ പുതിയ വിഗ്രഹം കൊത്തിയെടുത്തു. മുരുകന്റെ ഈ വിഗ്രഹത്തിന് പഴനി മുരുകനെപ്പോലെ 2 കൈകളുണ്ട്. വലതു കൈയിൽ കണങ്കാലും അരയിൽ ഇടത് കൈയുമുണ്ട്. തലയുടെ പിൻഭാഗത്ത് കുടുമിയുണ്ട്. അവൻ കാലിൽ കണങ്കാൽ ധരിക്കുന്നു. എല്ലാ ദിവസവും രാജകീയ അലങ്കാരം, വിഭൂതികാപ്പ്, ചന്ദനലങ്കാരം എന്നിങ്ങനെ 3 തരം അലങ്കാരങ്ങളിൽ അദ്ദേഹം ഭക്തർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. കാർത്തികൈ, തൈപ്പൂസം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹം സ്വർണ്ണ കവചം ധരിക്കുന്നു. അർത്തജമ പൂജയിൽ മാത്രമേ അദ്ദേഹത്തെ ദണ്ഡയുധപാണിയായി സ്വയം ഛായാചിത്രത്തിൽ കാണാൻ കഴിയൂ. അവിടെ ആഭരണമോ കിരീടമോ ഇല്ലാതെ മൂടുപടം മാത്രം ധരിക്കുന്നു. പാറക്കെട്ടുകൾക്ക് നടുവിലുള്ള ഒരു ഗുഹയിലാണ് പാമ്പാട്ടി സിദ്ധർ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വലതുകൈയിൽ മകുടിയും ഇടതുകൈയിൽ വടിയുമുണ്ട്. സമീപത്തായി ശിവലിംഗം, നാഗവിഗ്രഹങ്ങളുമുണ്ട്. മുരുകന്റെ പൂജയ്ക്ക് ശേഷം പാമ്പാട്ടി സിദ്ധർക്കും പൂജകൾ ചെയ്യാറുണ്ട്. ഹിന്ദു പുരാണമനുസരിച്ച് പാമ്പാട്ടി സിദ്ധർ ഇപ്പോഴും ഇവിടെ മുരുകനെ ആരാധിക്കുന്നു എന്നാണ് വിശ്വാസം. പാമ്പാട്ടി സിദ്ധർ ശ്രീകോവിലിലെ പാറയിൽ ഒരു പാമ്പിന്റെ രൂപമുണ്ട്. പാമ്പാട്ടി സിദ്ധർക്ക് മുന്നിൽ സർപ്പത്തിന്റെ രൂപത്തിൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ടു എന്നും പറയപ്പെടുന്നു. ഈ സർപ്പത്തെ മുരുകനായി ആരാധിക്കുന്നു. പിൻഭാഗത്ത് പീഠം പോലുള്ള ഘടനയുടെ 3 രൂപങ്ങളുണ്ട്. അവയെ ശിവൻ, ഗണേശൻ, അംബികദേവി എന്നിങ്ങനെ ആരാധിക്കുന്നു. സാധാരണയായി മുരുകൻ ശിവന്റെയും പാർവതി ദേവിയുടെയും നടുവിൽ ഇരിക്കും. എന്നാൽ ഇവിടെ ഗണപതിയെ തന്റെ മാതാപിതാക്കൾക്കിടയിൽ കാണുന്നത് ഒരു പ്രത്യേകതയാണ്. പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം മരങ്ങളുണ്ട്. അതിനടിയിൽ ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട്. ദിവസവും ഈ ദേവതയ്ക്ക് പൂജകൾ നടത്താറുണ്ട്. സാധാരണയായി ഗണപതിയെ ഒരു പീപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ കാണും. എന്നാൽ ഇവിടെ പീപ്പിൾ, അത്തി, വേപ്പ്, വണ്ണി, കൊരക്കോട്ടൈ എന്നിങ്ങനെ 5 തരം വൃക്ഷങ്ങളുടെ ചുവട്ടിലാണ് ഗണപതി കാണപ്പെടുന്നത്. അതിനാൽ പഞ്ചവൃക്ഷ ഗണേശൻ എന്ന പേര് ലഭിച്ചു. അതിനടുത്തായി മുരുകൻ തന്റെ വാഹനമായ മയിലിൽ വാളുമായി ഇരിക്കുന്നു. ഈ ചെടികൾക്കിടയിലൂടെ വീശിയടിക്കുന്ന കാറ്റിന് ആളുകളുടെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധമുണ്ട്. സാധാരണക്കാരുടെ കണ്ണുകൾക്ക് അദൃശ്യരായ ഒരു കൂട്ടം സന്യാസിമാർ ഇവിടെ ധ്യാനനിരതരായി വസിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. പീപ്പിൾ എന്ന വൃക്ഷം ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്കു മുമ്പും ഈ മരം ഇതേ രീതിയിൽ നിലനിന്നിരുന്നതായും പറയുന്നു. ഭക്തരെ മാത്രമല്ല സസ്യശാസ്ത്രജ്ഞരെയും ആകർഷിക്കുന്ന സവിശേഷമായ ഒരു പ്രതിഭാസമാണ് ഇവിടുത്തെ പഞ്ചവൃക്ഷം. മരുതമല ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കുന്നിൻ ചുവട്ടിൽ സ്വയം അസ്തിത്വമുള്ള ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആനയുടെ തല മാത്രമേയുള്ളൂ, ശരീരമില്ല. ഗണപതി തന്റെ തുമ്പിക്കൈ മലമുകളിലെ മുരുകൻ ശ്രീകോവിലിനു നേരെ നീട്ടി. അതിനടുത്തായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠ ഉണ്ട്. സ്വയംഭൂവായ ഗണപതിക്ക് പൂജ നടത്തിയ ശേഷം പ്രധാന ഗണപതിക്ക് പൂജ നടത്തുന്നു. മുരുകനെ ആരാധിക്കുന്നതിനു മുമ്പ് ഭക്തർ ഈ സ്വയംഭൂവായ ഗണപതിയെ ആരാധിക്കണമെന്ന് പറയപ്പെടുന്നു. ഔഷധവൃക്ഷങ്ങളാൽ സമൃദ്ധവും രോഗശാന്തി ഗുണങ്ങളുള്ള ഔഷധച്ചെടികൾ അടങ്ങിയതുമായ മലയുടെ ഉപകാരിയായതിനാൽ മുരുകനെ ഇവിടെ മരുതാചലമൂർത്തി എന്നും വിളിക്കുന്നു. മരുതുസുനൈ എന്നാണ് തീർത്ഥത്തിന്റെ പേര്. ഈ തീർത്ഥം പ്രസിദ്ധമായി. മലയിലെ കണ്ടൽ മരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് ഈ തീർത്ഥം ഉത്പാദിപ്പിക്കുന്നതെന്നും സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്ന തീർത്ഥമാണെന്നും പറയപ്പെടുന്നു. വിവാഹവും പുത്രദോഷവുമുള്ളവർ ഗണപതിക്കും മുരുകനും മരത്തിൽ മംഗല്യക്കയറും തൊട്ടിലും കെട്ടി മുരുകനെ ആരാധിക്കുന്നു. പാമ്പുകളുടെയും വിഷജീവികളുടെയും കടിയേറ്റവർ പുണ്യഭസ്മം വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിച്ചാൽ സുഖം പ്രാപിക്കുമെന്നാണ് വിശ്വാസം. ത്വക്ക് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് പുരട്ടി ശരീരത്തെ സുഖപ്പെടുത്താം. മനഃശാന്തി ആഗ്രഹിക്കുന്നവരും നാഗദോഷമുള്ളവരും പാമ്പാട്ടി സിദ്ധർ സങ്കേതത്തിൽ നെയ്യ് വിളക്ക് കത്തിച്ച് വെള്ളപ്പൂവും മധുര പലഹാരവും സമർപ്പിച്ച് ആരാധിക്കുന്നു. പാമ്പാട്ടി സിദ്ധർക്ക് ആഡംബര അലങ്കാരങ്ങൾ ചെയ്യുന്നില്ല. അവർ അവനെ വസ്ത്രം ധരിക്കുകയും വിശുദ്ധ ഭസ്മം, വിഭൂതി കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ ആഡംബരങ്ങളില്ലാതെ ലളിതമായ ജീവിതം നയിക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പ്രാകാരത്തിനുള്ളിലെ പ്രധാന ശ്രീകോവിലിന്റെ വലതുവശത്ത് ശ്രീ പട്ടീശ്വര ക്ഷേത്രം കാണാം. പേരൂരിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശ്രീ പട്ടീശ്വരർ. ഇടതുവശത്തായി ശ്രീ മരകതാംബികൈ സ്ഥിതി ചെയ്യുന്നു. പേരൂരിലെ പ്രധാന ദേവിയാണ് ശ്രീ മരകതാംബികൈ. മുരുകന്റെ പ്രധാന ആരാധനാലയം ഒരു അതുല്യമായ സോമസ്കന്ധമൂർത്തിയായാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സോമാസ്കന്ദർ എന്നുവച്ചാൽ പരമശിവന്റെയും പാർവതിയുടെയും മധ്യത്തിൽ മുരുകൻ ഇരിക്കുന്ന വിഗ്രഹത്തെ സോമസ്കന്ദർ എന്ന് വിളിക്കുന്നു. ഇവിടെയും മുരുകൻ ശിവന്റെയും പാർവതിയുടെയും മധ്യത്തിൽ കാണപ്പെടുന്നതിനാൽ അദ്ദേഹത്തെ സോമസ്കന്ദർ എന്ന് വിളിക്കുന്നു. മരകതാംബികയുടെ തൊട്ടുമുന്നിലായി നവഗ്രഹം. ആലങ്കര മണ്ഡപത്തിന്റെ ഇടതുവശത്തുള്ള പെരുമാൾ ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. മരുതതീർത്ഥത്തിന്റെ തീരത്താണ് സപ്തകന്യകമാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കന്നിതീർത്ഥം എന്ന് വിളിക്കപ്പെടാൻ കാരണം.
മരുതതീർത്ഥം, സ്കന്ദതീർത്ഥം എന്നീ പേരുകളുള്ള പുണ്യജലത്തിന്റെ ഉറവകളുണ്ട്. ഈ നീരുറവകളിൽ മുങ്ങിയാൽ ഭക്തർക്ക് ആരോഗ്യവും സമ്പത്തും ലഭിക്കും. ദീർഘമായി സുബ്രഹ്മണ്യ ഭഗവാൻ തന്റെ എല്ലാ തേജസ്സുകളോടും കൂടി എല്ലാ കൃപയും ചാരുതയും ചൊരിഞ്ഞുകൊണ്ട് മലമുകളിൽ വാഴുന്നു. കരിങ്കല്ലിൽ നിർമ്മിച്ച വിഗ്രഹത്തിന് ഏകദേശം 5 അടി ഉയരമുണ്ട്. വലതു കൈകൊണ്ട് ദണ്ഡും പിടിച്ച് കിഴക്കോട്ട് അഭിമുഖമായി ഇടത് കൈ ഇടുപ്പിൽ വയ്ക്കുന്നു. കുറുകെ ഒരു വേൽ സ്ഥാപിച്ചിരിക്കുന്നു. പഴനിയിലെ പ്രതിഷ്ഠയുമായി ഈ വിഗ്രഹത്തിന് സാമ്യമുണ്ട്. ശ്രീകോവിലിലെ വിഗ്രഹം അതിന്റെ എല്ലാ അലങ്കാരങ്ങളും ഒഴിവാക്കി ആണ്ടി കോലത്തിലാണ് നിൽക്കുന്നത്. മരുതമല ആണ്ടവരെ പഴനി ആണ്ടവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് തലയിൽ തലപ്പാവും പിന്നിലെ കുടുമിയുമാണ്. മുരുകന്റെ സൗന്ദര്യം എല്ലാ വിവരണങ്ങളെയും അധികരിക്കുന്ന ഒന്നാണ്. പ്രകടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിച്ച് അറിയേണ്ടതാണ്. പേരൂർ പുരാണം പറയുന്നത് അയൽപ്പക്കത്തെ 3 കുന്നുകൾ വെള്ളിയൻഗിരി മല, നീലിമല, മരുതമല എന്നിവ യഥാക്രമം ശിവന്റെയും പാർവതിയുടെയും സുബ്രഹ്മണ്യന്റെയും പ്രകടനങ്ങളായും സോമസ്കന്ധത്തിന്റെ പ്രതീകമായും 3 കുന്നുകൾ ഒരുമിച്ച് ചേർക്കുന്നു എന്ന് പറയുന്നു. അമിതമായ ക്ഷീണവും ദാഹവും മൂലം ഒരു സിദ്ധൻ ഒരു മരുതം മരത്തിന്റെ തണലിൽ അഭയം തേടുകയും കുടിക്കാൻ ജലത്തിനുവേണ്ടി മുരുകന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു അത്ഭുതം പോലെ പെട്ടെന്ന് ഒരു മരുതം മരത്തിന്റെ വേരുകളിൽ നിന്ന് ജലം ഒഴുകിയപ്പോൾ സിദ്ധൻ സന്തോഷത്താൽ തുള്ളിച്ചാടി മുരുകനെ മരുതത്തിന്റെയും ജലത്തിന്റെയും നാഥനായി വാഴ്ത്തി. കാലക്രമേണ മരുത ജലപതി മരുതാജലപതിയായി മാറി. പേരൂർ പുരാണം പറയുന്നതനുസരിച്ച് ദേവന്മാരുടെ ശത്രുവായ ശൂരപത്മൻ തന്റെ ശക്തരായ സഹോദരന്മാരായ സിംഗമുഖന്റെയും താരകന്റെയും സഹായത്തോടെ അവർക്കെതിരെ അണിനിരക്കുകയും പെട്ടെന്നുള്ളതും ആശ്ചര്യപ്പെടുത്തുന്നതുമായ ദ്രോഹങ്ങളാൽ ദേവന്മാർ ഇതിനകം പ്രക്ഷുബ്ധനാക്കുകയും അവരുടെ മനസ്സിൽ ഭയം ഉളവാക്കുകയും ചെയ്തു. വേദന സഹിക്കവയാതെ ദേവന്മാർ ശിവനെ സമീപിച്ച് സഹായം തേടി. മുരുകൻ അവരെ രക്ഷിക്കാൻ വരുമെന്നും ശൂരപത്മനെയും അവന്റെ പരിവാരങ്ങളെയും വേരോടെ പിഴുതെറിയുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ശിവഭഗവാൻ ദേവന്മാരോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ദേവന്മാർ മരുതമലയിലേക്ക് തിടുക്കപ്പെട്ട് തങ്ങളുടെ രക്ഷകനായ മുരുകന്റെ വരവിനായി കാത്തിരുന്നു. പേരൂർ പുരാണം കുശധ്വജൻ എന്ന രാജാവിനെ പരാമർശിക്കുന്നു. മരുതമല മുരുകനെ ആരാധിച്ചതിനു ശേഷമാണ് പുരുഷപ്രശ്നത്താൽ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. കാച്ചിയപ്പർ മഹർഷിയുടെ പേരൂർ പുരാണം പോലെയുള്ള പുരാതന കൃതികളിൽ ഈ ക്ഷേത്രത്തിന്റെ ഭൂതകാലം കണ്ടെത്താനാകും. ക്ഷേത്രത്തിന്റെ ഉത്ഭവം ഐതിഹാസികമായ പൗരാണികതയിൽ വേരൂന്നിയതാണ്. സ്കന്ദപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാൻ നശിപ്പിച്ച അസുരനായ ശൂരപത്മന്റെ കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭവം. തിരുമുരുകൻ പൂണ്ടിയിലെ തിരുമുരുകനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയ ലിഖിതങ്ങൾ 12ാം നൂറ്റാണ്ടിൽ ക്ഷേത്രത്തിന്റെ ഉത്ഭവസ്ഥാനം സ്ഥാപിക്കുന്നു. പടിഞ്ഞാറ് അത്തരത്തിലുള്ള ഒരു അരയനാടിന്റെ അതിരുകൾ മരുതമലയിൽ ഉണ്ടെന്നാണ് അറിവ്. പേരൂർ പുരാണവും തിരുമുരുകൻ പൂണ്ടിയിലെ ലിഖിതങ്ങളും മരുതമലയെ മുരുകന്റെ തന്നെ ഭാവങ്ങളായും മരുതം വൃക്ഷം മുരുകന്റെ വേലിൽ പ്രതീകാത്മകമായ പ്രതിനിധാനമായും പറയുന്നു. വിശുദ്ധ അരുണഗിരിനാഥർ തന്റെ സ്വർഗീയ ഗാനങ്ങളിൽ മരുതമലയെക്കുറിച്ച് പാടിയിട്ടുണ്ട്. കാമിക ആഗമപ്രകാരമാണ് നിത്യപൂജ. ക്ഷേത്രപൂജാ സമയം രാവിലെ 6 മണിക്ക് കലാസന്ധി പൂജ, 9 മണിക്ക് ഉച്ചിക്കളം പൂജ, 12 മണിക്ക് തിരുകോവിൽ കാപ്പിടൽ, 2 മണിക്ക് സായരച്ചെ പൂജ, വൈകിട്ട് 5 മണിക്ക് അർദ്ധജാമ പൂജ, രാത്രി 8:30 രാക്കാല പൂജ. ചില അവസരങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും തിരുകാപ്പ് വഴിപാട് മാറിയേക്കാം. എല്ലാ ദിവസവും വിശ്വാസികൾക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കാം. എന്നിരുന്നാലും പൂജയ്ക്കായി ക്ഷേത്രം തുറന്നിരിക്കുക രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ വൈകിട്ട് 8:30 വരെയാണ്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ സന്ദർശിച്ച് സമീപത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങാം. ദർശന സമയം ക്ഷേത്രത്തിലെ തിരക്കിനെ കൂടി ആശ്രയിച്ചിരിക്കും. ചിത്തിര പൗർണമി, വൈകാശി വിശാഖം, ആടി കൃതികൈ, ഐപ്പസി ഷഷ്ഠി, തിരുകാർത്തിക, തൈപ്പൂസം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ.